ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 18th എപ്പിസോഡാണ്. സീഷോയുടെ അമ്മ സീഷോയെ കാണാൻ സീഷോയുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതായിരുന്നു. അപ്പോഴാണ് അവരെ കണ്ട് സീഷോക്ക് ഒരുപാട് സന്തോഷമാകുന്നത്. സീഷോയുടെ അമ്മ അത്ര സന്തോഷത്തിലൊന്നുമല്ല. സീഷോയുടെ അമ്മ പറയുന്നുണ്ട്, നീ എന്നെ കാണാനൊന്നും വരണ്ട, ഞാൻ നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നൊന്നുമില്ല. എനിക്കിപ്പോൾ പുതിയൊരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്. നീ ഇനി എൻ്റെ ഫാമിലിയിലുള്ളതല്ല. ഞാൻ നിന്നെ ചെറുപ്പത്തിലേ വിട്ടുപോയതാണ്. എനിക്ക് നിന്നെ ഇനി വേണ്ട. നീ എന്നെ അന്വേഷിച്ച് വരേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വളരെ സങ്കടത്തിൽ സീഷോ അവിടെ നിന്ന് എണീച്ചു പോകുമ്പോൾ സീഷോക്ക് പണ്ട് സീഷോയുടെ അമ്മ കൊടുത്ത ആ കണ്ണാടി സീഷോയുടെ അമ്മക്ക് സീഷോ തിരിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് സീഷോയുടെ അമ്മ വളരെയധികം വിഷമിക്കുന്നുണ്ട്. സീഷോ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് കരയുന്നുണ്ട്. ചീലിംഗ് ആണെങ്കിൽ ഇപ്പോൾ ജിജിയാൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല. അത് കാരണം ജിജിയാൻ ചീലിങ്ങിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ചീലിങ്ങിനോട് എന്താ കാര്യമെന്ന് ജിജിയാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചീലിംഗ് പറയുന്നുണ്ട്, എനിക്ക് ലിങ്ങിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് നിനക്കും അറിയാം. ഇപ്പോൾ നീയും ലിങ്ങും സ്നേഹിക്കുന്നില്ലേ? അവൻ നിന്നെ കിസ് ചെയ്തത് ഞാൻ കണ്ടു എന്നെല്ലാം ചീലിംഗ് പറഞ്ഞ് ജിജിയാനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, അതെല്ലാം എനിക്കറിയില്ലായിരുന്നു. അവരെൻ്റെ ബ്രദേഴ്സാണ്. ഇങ്ങനെ അവരെന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞപ്പോഴും ചീലിങ്ങിന് ജിജിയാനോടുള്ള ദേഷ്യം ഒട്ടും മാറിയില്ല. ചീലിംഗ് ജിജിയാനെ പിടിച്ച് പോവാൻ പറഞ്ഞു. എന്നിട്ട് ജിജിയാൻ പോയതിൽ വളരെ സങ്കടമായി ചീലിംഗ് അവിടെ ഇരുന്ന് കരയുന്നുമുണ്ട്. ടങ്സാൻ ആണെങ്കിൽ സീഷോയുടെ ഫ്രണ്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് കാരണം ടങ്സാൻ അവനോട് വല്ല അടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ചീലിങ്ങിനോടുള്ള ദേഷ്യം ജിജിയാൻ ലിങ്ങിനോടാണ് തീർക്കുന്നത്. അവനെ കടിക്കുന്നുമുണ്ട്. എന്നിട്ടും ലിങ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലിങ് ജിജിയാനെ ലിങ്ങിൻ്റെ കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ജിജിയാൻ ഞെട്ടുന്നുണ്ട്. ഒരുപാട് മുറിവ് വന്നിരുന്നു. ജിജിയാൻ്റെ ഷോപ്പിലേക്ക് ഏതോ ഇംഗ്ലീഷുകാരൻ വരുന്നത് കാരണം ജിജിയാനും അവിടെയുള്ള ആളുകൾക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ട് സീഷോയെ ജിജിയാൻ വിളിക്കുന്നുണ്ട്. സീഷോയെ കണ്ടയുടൻ അവരെല്ലാവരും നെട്ടുന്നുണ്ട്. കാരണം സീഷോ ന്യൂ ഗെറ്റപ്പിലായിരുന്നു അവിടേക്ക് വന്നത്. എന്നിട്ട് അവർ വന്നപ്പോൾ സീഷോ കുറേ നല്ല പോലെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അങ്ങനെ അവർ അതെല്ലാം സമ്മതിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ലിങ് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അവർ ബെല്ലടിക്കുന്നത് കേട്ട് തലവേദനയായി ലിങ് അവിടെ നിന്ന് എണീച്ചു പോകുന്നേയില്ല. പക്ഷെ ഇതൊന്നും അറിയാതെ ലിങ് തുറക്കാത്തത് കാരണം ജിജിയാൻ ആ ഫുഡ് എല്ലാം വാങ്ങി ലിങ്ങിൻ്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ലിങ് തലയെല്ലാം പൊത്തി അവിടെ ഇരിക്കുന്നതാണ് ജിജിയാൻ കാണുന്നത്. ഇതെല്ലാം കണ്ട് ജിജിയാൻ പേടിച്ച് ലിങ്ങിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ലിങ് ജിജിയാനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നെ ജിജിയാനും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ജിജിയാനും ലിങ്ങും ജോഗിങ്ങിന് പോയപ്പോൾ ജിജിയാൻ്റെ കാല് മുറിഞ്ഞത് കാരണം ലിങ്ങും സീഷോ കൂടി ജിജിയാൻ്റെ കാലിൽ മരുന്നെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട്. കല്യാണം ആലോചിക്കുന്ന ആൻറ്റി വന്ന് ജിജിയാൻ്റെ അച്ഛന് വേറെ ഒരു സ്ത്രീയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് സീഷോയുടെ അമ്മ അവിടേക്ക് വന്നത്. അവരെ കൂട്ടി ജിജിയാൻ്റെ അച്ഛൻ അവരുടെ വീട്ടിലേക്ക് പോയി സംസാരിക്കുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛനോട് സീഷോയുടെ അമ്മ പറയുന്നുണ്ട്, അവൻ്റെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ വളരെ മോശമായ ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അവൻ ഒരുപാട് റിസ്ക്കും ഉണ്ടാകും. അവൻ സ്കൂളിൻ്റെ അടുത്ത് ആണ് റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയത്. എന്നിട്ടും അവൻ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത്. സ്കൂൾ കുട്ടികൾ ആ ഭക്ഷണങ്ങളൊന്നും വാങ്ങില്ല. അങ്ങനെ അവൻ വളരെ മോശമായ ഘട്ടത്തിലൂടെയാണ് പോകുന്നതെല്ലാം ജിജിയാൻ അച്ഛനോട് സീഷോയുടെ അമ്മ പറയുന്നുണ്ട്. എന്നിട്ട് സീഷോയുടെ അമ്മ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ്. ഇവരെ ഇപ്പോൾ അവൻ ബന്ധപ്പെട്ടാൽ അവന് കുറച്ച് ക്യാഷ് എല്ലാം അവർ കടമായി കൊടുക്കും. പക്ഷേ ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് അവനോട് പറയരുത്. ഇത് നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറയണം. എന്നിട്ട് അവനെ വിളിപ്പിക്കണം ഇതിൽ എന്നെല്ലാം സീഷോയുടെ അമ്മ ജിജിയാൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നുണ്ട്, ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം പറഞ്ഞ് ജിജിയാൻ്റെ അച്ഛൻ സീഷോയുടെ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ ആ നമ്പർ കൊടുത്തോളാം എന്നെല്ലാം പറയുന്നുണ്ട്.
ചീലിങ്ങും ജിജിയാനും റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് അവർ പഴയ പോലെ നല്ല ഫ്രണ്ട്സായി മാറിയിട്ടുണ്ട്. ജിജിയാനും ടൻസാനും ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് അടിയും ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരുപാട് സങ്കടമാകുന്നുണ്ട് ജിജിയാന്. കഴിഞ്ഞ കാലമെല്ലാം ആലോചിച്ച് അവൾ അവിടെ വന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് ലിങ് അവിടേക്ക് വരുന്നത്. എന്നിട്ട് ലിങ് ജിജിയാന് ഒരു കിസ്സും കൊടുക്കാൻ പോകുന്നുണ്ട്. ഇതെല്ലാമാണ് ഗോ ആഡ് എന്ന ഡ്രാമയിലെ 18th എപ്പിസോഡിലുള്ളത്.